ആ നേരത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അതാ ആ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിമീങ്ങൾ അതിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. മയ്യത്തിന്റെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഖബറടക്കം നടന്നാൽ ആ ഖബറടക്കം നടന്ന് തിരിച്ചു പോരുന്നതിന്റെ മുമ്പായി ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി, മയ്യിത്ത് മറമാടി കഴിഞ്ഞതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വഖഫ അലൈഹി, അവിടെ നിന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന യുസ്അലൂ, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ. വസലൂ ലഹു, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണേ. അത്തസ്ബീത്, സ്ഥൈര്യത്തിന് വേണ്ടി അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കണേ. കാരണം ഫഇന്നഹു, നിശ്ചയമായും ഇപ്പോൾ ആ മയ്യത്ത് യുസ്അലു, ചോദിക്കപ്പെടുന്ന നേരമാണ്. അതാ ഖബറിലൊക്കെ പെട്ട് കഴിയുന്ന നേരത്ത് മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരുന്ന നേരമാണ്. ആ സന്ദർഭത്തിലതാ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളതാ അവിടെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അതിനാണ് പ്രിയപ്പെട്ടവരെ തസ്ബീത്ത് എന്ന് പറയുന്നത്. തസ്ബീത്ത് എന്നാണ് അതിന് പറയാ. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കണ്ടിരുന്ന സമ്പ്രദായം ഇതല്ല. ഈ സ്ഥാനം ഇതങ്ങ് മാറ്റിയിട്ട് ഒരു തൽഖീൻ എന്ന് പറയുന്ന സമ്പ്രദായമാണ് കണ്ടുവന്നിരുന്നത്. എന്താണ് തൽഖീൻ എന്ന് പറഞ്ഞാൽ, ഈ ഖബറടക്കം നടന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിയാർ ഖബറിന്റെ തലക്കുഭാഗത്ത് ഇരിക്കുകയും എന്നിട്ടതാ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ഇന്ന ഉമ്മയുടെ മകനായ മനുഷ്യ, താങ്കളിതാ ഭൂമിയിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള യാത്രയായ ഖബറിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അതാ നിങ്ങളിതാ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ വന്നുകൊണ്ട് നിങ്ങളോട് മൻ റബ്ബുക എന്ന് ചോദിക്കും, നബിയാരെന്ന് ചോദിക്കും, ദീനേരെന്ന് ചോദിക്കും, ഇമാമാരെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ ഫഖുല്ലഹുമാ, ആ മലക്കുകളോട് നീ മറുപടി പറഞ്ഞോളൂ, ബിഖൗലിൻ ഫസീഹ്, വളരെ സ്ഫുടമായ നിലയ്ക്ക് നീ ആ മലക്കുകൾക്ക് മറുപടി കൊടുക്കണം. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹയാണ്, മുഹമ്മദുൻ നബി, എന്റെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, വൽ ഇസ്ലാമു ദീനി, എന്റെ മതം ഇസ്ലാമാണ്, വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണ്, വൽ മുഅ്മിനൂന ഇഖ്വാനി, സത്യവിശ്വാസികൾ എന്റെ സഹോദരങ്ങളാണ്, വൽ മുഅ്മിനാതു അഖവാതി, സത്യവിശ്വാസിനികൾ എന്റെ സഹോദരിമാരാണ്, വൽ കഅബത്തു ഖിബ്ലതി, എന്റെ ഖിബ്ല കഅബയാണ്. എന്നിങ്ങനെ ഓരോ ചോദ്യത്തിനും നീ അങ്ങ് മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും ഖബറിന്റെ പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് തൽഖീൻ എന്ന് പറയുന്നത്. ലഖന എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്തു എന്നാണ്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കേൾപ്പിക്കൽ എന്നാണ്. അങ്ങനെ ചൊല്ലിക്കേൾപ്പിക്കുക, ചൊല്ലിക്കൊടുക്കുക. ഇസ്ലാം അനുവദിച്ച ഒരു തൽഖീനേ ഉള്ളൂ. അതെന്താണ്? ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്നതിന്റെ മുമ്പേ മരണാസന്നനായ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്നതല്ലാതെ മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം, അതാ ഖബറടക്കം നടന്നതിന്റെ ശേഷം ഒരാൾ പുറത്തുനിന്ന് നിങ്ങളുടെ അടുക്കൽ ഇപ്പൊ മലക്കുകൾ വരും, ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഇന്ന ഉത്തരങ്ങളൊക്കെ പറയണേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ചൊല്ലിക്കൊടുക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. അതാ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തൽഖീൻ എന്ന് പറയുന്ന സമ്പ്രദായം നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല.
വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. ഒരു പൊതു തത്വമാണത്. ഖൈറായ കാര്യമായിരുന്നു അതെങ്കിൽ അത് നബി ചെയ്യും, സഹാബത്ത് ചെയ്യും, സംശയം വേണ്ട. എന്നാൽ ആ സ്ഥാനത്ത് എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ചോദ്യവും ഉത്തരവും ആ മയ്യത്തിനെ വിളിച്ചു പറഞ്ഞു കൊടുക്കണേ എന്നാണോ പറഞ്ഞത്? അതല്ല, മറിച്ചവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ തേടണേ. വസലൂ ലഹു, അദ്ദേഹത്തിന് തസ്ബീത, സ്ഥൈര്യം കിട്ടാൻ, അദ്ദേഹത്തിന് അതാ ഖബറിൽ പ്രത്യേകമായി ഒരു കരുത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. കാരണം ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുകയാണ്.